നമസ്കാരം. എല്ലാവർക്കും ബിഗ് ബി ഫോളോവറിലേക്ക് സ്വാഗതം. നല്ല ദേഷ്യവും സങ്കടവും ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷനും ഒക്കെ കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു ഷോയെ വിശ്വസിച്ചത് കാണുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വിഡ്ഢികളാക്കുന്നു, പറ്റിക്കുന്നു. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാറ്റർഡേ എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പിസോഡ് കണ്ടിട്ട് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്, നല്ല വിഷമത്തിലുമാണ്. കാരണം ഞാൻ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നിട്ട് ഞാൻ കുറെ തെളിവുകൾ സഹിതം നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എന്താണ് ഇവിടെ ഈ ഷോയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലരെ മാത്രം വൈറ്റ് വാഷ് അടിച്ച് കാണിക്കുന്നു, ചിലരെ തെറ്റുകളെ അവർ ചെയ്യുന്ന വലിയ വലിയ തെറ്റുകളെ പോലും എടുത്ത് കാണിക്കാതിരിക്കുന്നു. പക്ഷേ ചില ആളുകളെ ടാർഗറ്റ് ചെയ്ത് അവരെ മാത്രം എണീപ്പിച്ച് നിർത്തി അവരെ മാത്രം ക്രൂശിക്കുന്ന ഒരവസ്ഥ. അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതെല്ലാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് തെളിവ് സഹിതം ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അത് പൂർണ്ണമായിട്ടും കാണണം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ എന്തിനൊക്കെയാണ് ലാലേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ. ഒന്ന്, അനീഷ്, അനുമോൾ ഇവർ രണ്ടുപേരെ മാത്രമായിരുന്നു ലാലേട്ടന്റെ ടാർഗറ്റ്, ഇവർ രണ്ടുപേരെ മാത്രം. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതായത് ക്യാപ്റ്റൻസി ടാസ്കിൽ നെവിൻ ചെയ്ത വൃത്തികേടുകൾ, നെവിൻ ചെയ്ത അതായത് അവർ 3 പേര് ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ന് കാണിച്ച് ഓരോ കോപ്രായങ്ങൾ, സത്യം പറഞ്ഞാൽ കോപ്രായം എന്ന് തന്നെ പറയണം, അതുപോലെ വൃത്തികെട്ട കുറെ കാര്യങ്ങൾ ഈ സംഭവങ്ങൾ ചെയ്തിട്ട് അതിന് ലാലേട്ടൻ അതായത് നെവിൻ പറയാണ് അത് ഞാൻ അവര് ഒരു ഇതും ഇല്ലായിരുന്നു ലാലേട്ട, അവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടപ്പോൾ ഒരു രസത്തിന് വേണ്ടി, ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്തതാണെന്ന്. അപ്പൊ അതൊക്കെ ലാലേട്ടൻ ചിരിച്ചു കളിച്ചൊക്കെ വിടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനൊന്നും ഒരു നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതെ വിടുന്ന കാണുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. കാണുന്ന കുറെ ജനങ്ങളുണ്ടല്ലോ, അവരെയും കൂടെ ഒന്ന് മാനിക്കുക, കുറച്ച് അവരുടെയും കൂടെ അഭിപ്രായങ്ങളെ മാനിക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് സാറ്റർഡേ എപ്പിസോഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നിക്കാണും. അതായത് എപ്പിസോഡിൽ അക്ബർ എന്ന വൻമരത്തെ നമുക്ക് എടുത്തു വെക്കാം. അക്ബർ എന്ന വൻമരത്തിന് ഏഷ്യാനെറ്റിനോടും ഏഷ്യാനെറ്റ് എന്നല്ല, ബിഗ് ബോസിലെ ഒരാൾ, അത് നിങ്ങൾ പലരും അറിഞ്ഞു കാണും, ഷോ ഡയറക്ടർ ആയിട്ടുള്ള സർഗോ വിജയരാജ് എന്ന വ്യക്തിക്കും അക്ബറിനും ഭയങ്കരമായ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് അവർ വളരെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിലാണ്. ഫ്രണ്ട്ഷിപ്പാണോ അതോ അതിലും വലിയൊരു റിലേഷൻഷിപ്പ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ഗോഡ് ഫാദർ എന്നുള്ള രീതിയിൽ ഒരു റിലേഷൻഷിപ്പിലാണ് അവരുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പലർക്കും ഞാൻ ഇതിനടിയിൽ ലിങ്കുകൾ ഇട്ടേക്കാം. എനിക്ക് പൂർണ്ണമായിട്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ കമന്റ്സിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്കുകൾ ഇട്ടേക്കാം. ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അതായത് സരിഗമപായിലുള്ള സമയത്ത് ഈ അക്ബറിനെ ഈ മനുഷ്യൻ, അതായത് ഈ സർഗോ വന്നിട്ട് പുകഴ്ത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായ അക്ബറിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായ അക്ബറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ, അതായത് അക്ബറിനെ കുറിച്ച് ചെയ്തോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് അക്ബറിനെ കുറിച്ച്, അക്ബർ ഭയങ്കര കഴിവുള്ളതാണ്, അക്ബറിന്റെ കഴിവ് അക്ബറിന് പോലും അറിയുന്നില്ല, അതുകൊണ്ട് അക്ബറിനെ വേറെ ഏതോ ഒരു ഷോയിലേക്ക് ക്ഷണിച്ചിരുന്നു, അങ്ങനെ മറിച്ചേടാന്ന് പറഞ്ഞ അക്ബറിനെ കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങൾ, ചെറിയ ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. പിടിച്ചോണ്ട് പോയതാണ് അക്ബറിനെ. കാരണം അക്ബറിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താ. ഇതല്ലാതെ വേറൊരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി. അതായത് ആ ഇന്റർവ്യൂവിൽ ഇവരെല്ലാം കൂടി സംസാരിക്കുമ്പോഴും ഈ മനുഷ്യൻ അക്ബറിനെ കുറിച്ച് എത്രമാത്രം പറയുന്ന ഒരു മനുഷ്യൻ, അത് ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടർ ആണെന്നും കൂടെ ആലോചിക്കണം. ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാൻ നമുക്കൊരു മനസ്സിനകത്ത് നമ്മളിത് കാണുന്നവരെ പറ്റിപ്പിക്കുന്ന പോലെ ഒരു അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ വെറുതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പോയപ്പോഴാണ് അതിൽ ചില കമന്റ്സുകൾ വന്നപ്പോൾ ഈ സർഗോ ഇയാളുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ നേരത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ കൃത്യമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പൊ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുറച്ച് വീഡിയോസ് എന്റെ കണ്ണിൽപ്പെട്ടത്. അപ്പൊ ഇത് നമ്മളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ അക്ബർ ഈ ഒരു സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ ചെയ്ത, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ലാലേട്ടനെയും കൂടി നമ്മൾക്ക് ലാലേട്ടനോട് ഒരു റെസ്പെക്ട് ഉണ്ട്, ആ റെസ്പെക്ട് പൂർണ്ണമായിട്ടും കളയിക്കുകയാണ്. അതായത് ലാലേട്ടനെ എന്തിനോ അവിടെ വിളിച്ചു വരുത്തുന്നു, ആ മനുഷ്യനെ പൂർണ്ണമായിട്ടും ഫുള്ള് ഷോ ആ പുള്ളിക്കാരൻ കാണുന്നില്ല. ഇവർ കൊടുക്കുന്ന കുറച്ച് ഹിന്റുകളും കാര്യങ്ങളിൽ നിന്നാണ് ഈ പുള്ളിക്കാരൻ വീക്കെൻഡിൽ വന്ന് പറയുന്നത്. അപ്പൊ ഈ ഇവർ പറയുന്നതും ഇവർ പറഞ്ഞു വിടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ജനങ്ങൾ കാണുന്നത് എന്താണ്, ലാലേട്ടൻ വന്നിട്ട് ഇവരെ പറയുന്നു അവരെ പറയുന്നു. അപ്പം ലാലേട്ടനും കൂടെ ഒരു നെഗറ്റീവാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് സാറ്റർഡേ എപ്പിസോഡിൽ അനുമോളോട് പറയുന്നത്, അനീഷിനോട് പറയുന്നത്, അതായത് ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തിടുന്നു. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാതെ എന്തെങ്കിലും തോന്നിയോ? അനുമോള് മറ്റേ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിനകത്ത് അനുമോളോട് വെറുതെ നൂറയോട് അനുമോൾ എന്തോ പറഞ്ഞ കാര്യം എണ്ണിച്ച് നിർത്തിയിട്ട് വെറുതെ അവിടെ അനുമോളെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ലാലേട്ടൻ കിടന്ന് ഇങ്ങനെ ബബബ അടിച്ച് ഇങ്ങനെ അതെന്ത് എന്നിട്ട് എല്ലാവരോടും ചോദിക്കുക, ഇന്നാക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലായി, ഇവർക്ക് മനസ്സിലായി. പക്ഷേ എല്ലാവരെയും കൊണ്ടും അനുമോളെ പറഞ്ഞ് നാണം കെടുത്തിക്കുന്നു, കളിയാക്കുന്നു. അതുപോലെ ഒരു ടാസ്ക് കളിച്ചു, ഏറ്റവും അതായത് 3-ാം സ്ഥാനത്ത് കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ 3-ാം സ്ഥാനത്തെത്തി നന്നായിട്ട്
നന്നായിട്ട് കളിച്ചൊരു വ്യക്തിയാണ് അനുമോള്. ഇത്രയും മാത്രം കളിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നന്നായിട്ട് ആ ടാസ്ക് കളിച്ച് ജയിച്ച അനുമോള് സാരി ഉടുത്ത് ടാസ്ക് കളിച്ചതാണ് ലാലേട്ടന് വിഷമം. സാരി ഉടുത്തോ എങ്ങനെയാ കുട്ടി ടാസ്ക് കളിച്ചോട്ടെ, ആ കുട്ടി ടാസ്കിൽ ടോപ്പ് 3 എത്തിയോ എന്നാൽ അതിനൊരു അഭിനന്ദനം പറഞ്ഞിട്ടില്ല, അതിനൊരു നല്ല കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും പറയാതെ നെഗറ്റീവ്സിനെ പറഞ്ഞ് അത് എക്സാജറേറ്റ് ചെയ്തിട്ട് അത് ഓക്കെ, ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞോട്ടെ, മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിച്ച് അവരെയും കൊണ്ടും പറഞ്ഞ് കളിയാക്കിക്കുന്നു. അതൊക്കെ എന്തൊരു പ്രവണതയാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ അക്ബറിനെ നല്ല രീതിയിൽ, അക്ബർ എന്തോരം തെറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട്, അക്ബറിന്റെ ലാംഗ്വേജ് വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് അക്ബർ ഉപയോഗിച്ചിട്ടുണ്ട്. അക്ബർ റെനയും നമ്മുടെ ഷാനവാസും ജയിലിൽ പോകുന്ന സംഭവത്തിന്റെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ആ ലൈവിൽ കണ്ടതാണ്. അക്ബർ പറയുന്നത് റെന ഷാനവാസിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവുമെന്ന്. നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റും അതുപോലെ അനു പറഞ്ഞ ബാക്കിൽ നിന്ന് ഇതാക്കുന്ന പോലാണ്, അതല്ലേ ബസ്സിലെ പോലാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അക്ബറിനെ ആ സമയത്ത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, വലിയൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു തെറ്റായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഷാനവാസിനെ മോശപ്പെടുത്തി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? പോട്ടെ, അക്ബർ എന്തുമാത്രം വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, എന്തുമാത്രം അനുവിനെയൊക്കെ എന്ത് രീതിയിൽ എന്തുമാത്രം, അത് ഫസ്റ്റ് വീക്കിലൊക്കെ പലരും കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലാലേട്ടൻ വന്നിട്ട് അക്ബറിനെ വഴക്ക് പറഞ്ഞോ? ഇല്ല. അതിന് പകരം എന്ത് ചെയ്തു? അക്ബറിന്റെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു ഉമ്മയും കൊണ്ട് സംസാരിപ്പിച്ചു. ഏത് സീസണിലാണ് ഒരു ഇഷ്യൂ വരുമ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്? പോട്ടെ, ഈ സീസണിൽ തന്നെ അനുമോൾ എന്തോ ഇഷ്യൂ വന്നപ്പോൾ, അതായത് ജിസേലിന്റെ ഇഷ്യൂ വന്നപ്പോൾ കരഞ്ഞു പറഞ്ഞു, കൺഫ്യൂഷൻ റൂമിൽ വന്ന് എനിക്ക് അമ്മയുടെ ശബ്ദം ഒന്ന് കേട്ടാൽ മതി, എനിക്ക് അത്ര ഇമോഷണലി വീക്കാണ് പറഞ്ഞു. കാണിച്ചു കൊടുത്തോ? ഇല്ല. ഒനീലിന്റെ ഏറ്റവും വലിയൊരു അലിഗേഷൻ ഒനീലിനെതിരെ വന്നപ്പോൾ ഒനീൽ വന്ന് കരഞ്ഞു പറഞ്ഞു എനിക്ക് വീട്ടിലൊന്ന് വിളിക്കാൻ പറ്റുമോ? അതുപോലെ നമ്മുടെ ആരാണ് അപ്പാനിക്കെതിരെ വലിയൊരു അലിഗേഷൻ വന്നു. ആ ഒരു അലിഗേഷൻ വന്നപ്പോഴും അപ്പാനി പറഞ്ഞു വൈഫ് പ്രഗ്നന്റ് ആണ്, എനിക്ക് വൈഫിന്റെ സൗണ്ട് ഒന്ന് കേട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട പറഞ്ഞു. നിങ്ങൾ കേൾപ്പിച്ചോ? അതപ്പോൾ റൂളിനെതിരാണെന്ന് പറഞ്ഞു. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് അക്ബറിനെ നല്ല രീതിയിൽ വാൺ ചെയ്ത് വഴക്ക് പറയേണ്ടതിന് പകരം വീട്ടിൽ നിന്ന് ഉമ്മയെ വിളിച്ച് ഹിന്റ് പറഞ്ഞു കൊടുപ്പിക്കുന്നത്? എന്തൊരു മര്യാദയാണത്? അത് എവിടുത്തെ റൂളാണ്? അത് എന്തുകൊണ്ടാണ്? ഏത് റിലേഷൻഷിപ്പിന്റെ ബേസിലാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? അതൊന്ന് പറഞ്ഞതാ. ഷോ ഡയറക്ടറും അക്ബറും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ബേസിലോ? അപ്പൊ നിങ്ങളല്ലേ ഷോയിൽ എന്ത് നടക്കണം എന്ന് ഇപ്പൊ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്? പോട്ടെ, എന്നിട്ട് പുറത്തുള്ള PR കുറിച്ച് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുന്നില്ലേ? നിങ്ങൾക്ക് പുറത്തെ PR കണ്ടിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണോ? നിങ്ങൾ അക്ബറിന് കപ്പ് കൊടുക്കണം എന്ന് പ്രതീക്ഷിച്ചിട്ട് ഈ PR വർക്ക് കൊണ്ടും ഫാൻ ബേസ് കൊണ്ടും ഒക്കെ അവർക്ക് കിട്ടാതിരിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാത്ത പോലാണ് നമുക്ക് പ്രേക്ഷകർക്ക്, എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്രേക്ഷകരായി എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന്. ഈ ഒരു എപ്പിസോഡിൽ ഇത്ര മാത്രം. ഇനി ആര്യനെ കുറിച്ച് പറയാം. ആര്യന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി അനീഷിന്റെ കാര്യം പറയും. എന്തൊക്കെ കണ്ടന്റുകളാണോ ലാലേട്ടൻ വന്നിട്ട് പറയുന്നത്? അനീഷ് സുപ്രഭാതം പറയുന്നത്, അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്താണ്? അവരവരുടെ ഗെയിം കളിക്കട്ടെ. മറ്റുള്ളവർ പറയുന്നതിനകത്തൊന്നും, ഈ അക്ബർ പറയുന്നതിനകത്ത് ആര്യൻ എന്തൊക്കെ വൃത്തികേടുകൾ പറയുന്നു, അക്ബർ എന്തൊക്കെ വൃത്തികേടുകൾ പറയുന്നു, നെവിൻ എന്തൊക്കെ വൃത്തികേടുകൾ സംസാരിക്കുന്നു, ഇതിനകത്ത് ഒന്നിനകത്തും പ്രശ്നമില്ല. ആ മനുഷ്യൻ അവിടെ ഒരു സുപ്രഭാതം പറയുന്നതിനകത്ത് പ്രശ്നം. കഴിഞ്ഞ ഇതിൽ ഷാനവാസിനെ പറയുന്ന കേട്ടു. ഈ ഷാനവാസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മോശം സംസാരിക്കുന്നത് അക്ബറാ. ഇപ്പൊ നെവിൻ എന്നെക്കാളും സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരെ പറയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. അനുമോളെയും ഷാനവാസിനെയും അനീഷിനെയും ഇവരെ 3 പേരെയും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് നെഗറ്റീവ് ആക്കാൻ നോക്കുകയാണ്. ഞാൻ പറയുന്നത് ബാക്കി 2 പേരും ആണുങ്ങളാണെന്ന് പറയാം, പക്ഷെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായിട്ട്, നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. കാരണം ആ വ്യക്തി സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട് നോക്കുന്നു, സ്വന്തമായിട്ട് ഈ ഒരു നിലയിലെത്തിയ ഒരു വ്യക്തിയാണ്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന കണ്ടസ്റ്റൻസ് ആണ് അവരെല്ലാം. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട്. അവരവിടെ കാണിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ബയാസ്ഡ് ഇല്ല എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ബയാസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് അവരെ നെഗറ്റീവാക്കി അവരെ പബ്ലിക്കിനിടയ്ക്ക് ഇരകളാക്കി ഇട്ടുകൊടുക്കുന്ന സ്വഭാവം, അത് ഈ സീസണിൽ ഭയങ്കര മോശമായിട്ട് തോന്നുകയാണ്. അതിന് കൂട്ടുപിടിക്കാൻ ചില റിവ്യൂവേഴ്സും ഉണ്ട്. അവര് കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്കും നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പരാമർശിച്ചിരുന്ന ഒരു വ്യക്തി, റിവ്യൂവർ എന്ന് പറയുന്ന നടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഏഷ്യാനെറ്റുമായിട്ട് നല്ല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇല്ലാതൊന്നുമില്ല. കാരണം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞൊക്കെ സീസണിൽ നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല മീഡിയ ടാസ്ക് വന്നിട്ട്, അതായത് മീഡിയക്കാരെ വിളിച്ചു വെച്ചിട്ട് ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിനകത്ത് ഏത് മീഡിയയുടെ ബേസിലാണ് ആ വ്യക്തിയെ റിവ്യൂവറെ അതിനകത്ത് കൊണ്ടിരുത്തിയത്? വെറും ഒരു റിവ്യൂവർ. ഒരു മീഡിയ എന്ന് പറഞ്ഞത് വെറും സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മൾ ബാക്കി എല്ലാവരും വന്നത് അല്ലാതുള്ള മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. പക്ഷെ ഈ പുള്ളിക്കാരത്തി വെറും ഒരു യൂട്യൂബ് റിവ്യൂവറിന്റെ പേരിൽ ആ പുള്ളിക്കാരത്തി വിളിച്ച് അവിടെ കൊണ്ട് നിർത്തി. എന്തിന്റെ ബേസിൽ?
എന്നിട്ട് അവിടെ എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. ഇത് ഏഷ്യാനെറ്റും ആ പുള്ളിക്കാരത്തെയും തമ്മിൽ ചില, അതായത് ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആ ഒരു ഏഷ്യാനെറ്റ് അല്ല, ബിഗ് ബോസ്. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ട് അവരും എന്ത് ചെയ്യാണ്, ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില ആളുകളെ മാത്രം ഡീഗ്രേഡ് ചെയ്യുന്നു. ചില ആളുകൾ, അത് പ്രധാനമായിട്ടും ആര്യൻ അക്ബർ, ഇവരെ പൊക്കി പറയുന്നു. ഇനി ആര്യന്റെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ആര്യൻ അവിടെ ലാലേട്ടൻ വന്നിട്ട് ഈ സാറ്റർഡേ എപ്പിസോഡിൽ പറഞ്ഞു, കോയിൻ ഒരാൾ കോയിൻ ഒളിപ്പിച്ചു, അത് ജയിലിൽ പോകേണ്ട ഒരു പണിയായിരുന്നു അതിലുണ്ടായിരുന്നത്, അത് കണ്ടുപിടിക്കാൻ. അതെന്തുകൊണ്ട് അവർ വീഡിയോ കാണിച്ചില്ല? ഞാൻ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയ്ക്കകത്ത്, പക്ഷേ ഞാൻ എൻ്റെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് എടുത്തു വെക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് കമന്റിൽ പിൻ ചെയ്ത്, അല്ലെങ്കിൽ കമന്റിൽ ഇടുക. ഞാനത് പിൻ ചെയ്തിടാം. കാരണം അത് ആര്യൻ എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വീഡിയോ. അതായത് നമ്മുടെ ആ സെറ്റിൽ സോഫയിൽ ഇരിക്കുമ്പോൾ, ഇവർ നമ്മൾ ബിഗ് ബോസ് വിളിക്കുമ്പോൾ ഇരിക്കുന്ന സോഫയിൽ ഇരുന്നിട്ട് ആര്യൻ അതി എടുത്തുനിന്ന് സോഫയുടെ അടിയിലോട്ട് ഇത് പില്ലോയുടെ ഇടയ്ക്കോട്ട് കയറ്റി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് ഞാൻ ഇന്നിങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ ഒരു വീഡിയോ ഒരാൾ ഇട്ടേക്കുന്നത് കണ്ടതാണ്. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എടുത്ത് വെക്കാൻ പറ്റിയില്ല എനിക്ക്, അല്ലെങ്കിൽ ഞാനത് കാണിക്കുമായിരുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ആ വീഡിയോ കിട്ടുകയാണെങ്കിൽ അതാക്കണം. എന്തുകൊണ്ട് ഇത്രയും പേരും കൊണ്ട് തപ്പി പിടിപ്പിച്ച് ഒരു സീൻ ഉണ്ടാക്കി? എന്തുകൊണ്ട് ആ സാധനം നിങ്ങൾ എന്തുകൊണ്ട് ആ വീഡിയോ കാണിച്ചില്ല? എന്തുകൊണ്ട് കാണിച്ചില്ല? നിങ്ങൾ കാണിക്കും, പിന്നത്തെ പറയാന്ന്. എന്തിനാ പിന്നത്തേക്ക് വെക്കുന്നത്? ഇപ്പൊ പറയൂ, ഞങ്ങൾ കാണട്ടെ അതെന്താ സംഭവിച്ചത്, ആരാണ് വെക്കുന്നത്. അവർക്ക് പണിഷ്മെന്റ് കൊടുക്കൂ. ആ പണി അവർ ഏറ്റെടുക്കാൻ പറയൂ. എന്നിട്ട് ആ പണി മൊത്തം കളഞ്ഞു. അത് എന്തിനാണ് ആ പണി? ആർക്കും പണി കൊടുക്കുന്നില്ല. അപ്പൊ ഈ പണിയും അതിനകത്ത് ഒലിച്ചു പോയോ? ഭയങ്കര അന്യായമാണ്. പ്രത്യേകിച്ച് അതിൽ വരുന്ന കണ്ടസ്റ്റൻസിനെ പുറത്ത് ഇട്ട് കൊടുക്കുകയാണ് പലർക്കും വലിച്ചു കീറാൻ, കൊത്തി വലിച്ച്. എല്ലാ സീസണിലും നടക്കുന്നുണ്ട് അങ്ങനെ കുറെ. കഴിഞ്ഞ വട്ടം ജാസ്മിനെ ഒരുപാട് ഇവർ ഇതുപോലെ ടോർച്ചർ ചെയ്തിരുന്നു. ഈ വട്ടം അത് അനുമോളും അനീഷും ഒക്കെ ആയിട്ട് മാറുകയാണ്. ഇവരെ ടോർച്ചർ ചെയ്യാണ്, ചിലരെ മാത്രം മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി. ഇവര് മനസ്സിൽ കണ്ടിരിക്കുന്ന ചില ആളുകളെ ടോപ്പ് 5-ലോ അല്ലെങ്കിൽ ടോപ്പ് 3-ലോ എത്തിക്കാൻ വേണ്ടി അതിൽ ടോപ്പ് 3 ഉള്ള ചില ആളുകളുണ്ട്. അവരെ എന്ത് ചെയ്യാണ്, ഡീഗ്രേഡ് ചെയ്ത് താഴെ കൊണ്ടുവരികയാണ്. അതിന് നമ്മൾ ഇത് കൊടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് സത്യസന്ധമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഇവർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവരിടുന്ന വീഡിയോസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫേക്ക് റിവ്യൂസ് ഇടുന്നതിന്റെ രീതിയിലും നിങ്ങൾ ഒരിക്കലും പോവരുത്.